ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 2025 അവസാനമായപ്പോഴേക്കും, ഡിസംബർ മാസമായപ്പോഴേക്കും പുതിയ ചില നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. അതിലേറ്റവും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അഥവാ VFA എന്ന് നമുക്ക് അറിയാവുന്ന ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനായി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് കൺഫ്യൂഷൻസ് കാണും, ഡൗട്ടുകൾ കാണും. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു, അതിൻ്റെ ടോട്ടൽ അഡ്വൈസിൻ്റെ നിലവിലെ നില എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹം കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കട്ട് ഓഫ് മുൻ വർഷങ്ങളിലെ നമ്മൾ ഒരിക്കലും വരാനിരിക്കുന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് അല്ല പറയുന്നത്, മുൻ വർഷത്തെ കട്ട് ഓഫിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലായിരിക്കണം നിങ്ങളുടെ പഠനം നിങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടത്, അതായത് എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ പഠിച്ചു തുടങ്ങേണ്ടത്, ഇനി ഞാൻ പരീക്ഷകൾ എഴുതുമ്പോൾ അത്രയും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ എൻ്റെ പഠനം അതിന് തക്ക രീതിയിൽ എങ്ങനെ മാറ്റം വരുത്തണം എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നോട്ടിഫിക്കേഷൻ ഗസറ്റ് ഡേറ്റ് 15/12/2025 ആണ്. 15/12/2025 ആണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾ ആരും മറന്നു പോരുത്, ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ലാസ്റ്റ് ഡേറ്റ് 14/1/2026, അതായത് 2026 ജനുവരി മാസം 14-ാം തീയതി വരെയാണുള്ളത്. നമുക്കറിയാം ഈ ഒരു VFA എന്ന് പറയുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോലി നമ്മൾ എക്സാം എഴുതി നമ്മൾ ലിസ്റ്റിൽ വന്ന് ജോലിയിലേക്ക് കയറുന്ന സമയത്ത് നിങ്ങളെ നിയമിക്കപ്പെടുന്നത്, നിങ്ങളെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. നമ്മളെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഇപ്പോൾ നമ്മളൊരു LDC ആയിട്ട് LD ക്ലർക്കായിട്ടാണ് കയറുന്നതെങ്കിൽ, അല്ലെങ്കിൽ LD ക്ലർക്കിൻ്റെ റാങ്ക് ലിസ്റ്റിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ വേണമെങ്കിലും പോവാം. ആ സമയത്ത് നമ്മുടെ ആ ഒരു റാങ്ക് നില അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയ അനുസരിച്ചായിരിക്കും നമുക്ക് എവിടേക്കായിരിക്കും അപ്പോയിൻമെൻറ്റ് കിട്ടുക എന്ന് അറിയാൻ സാധിക്കുക. എന്നാൽ ഇവിടെ ഡയറക്റ്റ് നമ്മളോട് പറയുന്നു നിങ്ങളെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരിക്കും, വില്ലേജ്, താലൂക്ക് പോലെയുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിരിക്കും അപ്പോയിൻറ്റ് ചെയ്യുക. ഇനി ഇത് ഡിസ്ട്രിക്ട് ബേസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഓരോ ജില്ല, അതായത് നമുക്ക് ഏതെങ്കിലും കേരളത്തിലെ ഒരു ജില്ല തിരഞ്ഞെടുത്ത് അപേക്ഷിക്കുക എന്നതാണ് നമുക്ക് പറ്റുന്ന കാര്യം. എല്ലാ ജില്ലയിലും അല്ലെങ്കിൽ ഒന്നിലധികം ജില്ലകളിൽ നമുക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആലോചിച്ച് വേണം ജില്ല സെലക്ട് ചെയ്യാൻ. പരമാവധി സ്വന്തം ജില്ലയിൽ തന്നെ വെച്ച് നല്ല രീതിയിൽ പഠിച്ച് നല്ല റാങ്കിലെത്തി സ്വന്തം ജില്ലയിൽ തന്നെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സാലറി പേ, അതായത് 23,700 52,600 എന്ന പേ ഓഫ് സ്കെയിലാണ് പറയുന്നതെങ്കിലും നിലവിലെ ശമ്പള കമ്മീഷൻ അനുസരിച്ച് ആ ഒരു പേ ഓഫ് സ്കെയിൽ അല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഇതിനെ നിങ്ങൾ കൂടുതൽ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട കാര്യം ഇല്ല. ഇപ്പോൾ ഡിസ്ട്രിക്ട് ബേസ് എക്സാം ആണ്. ലാസ്റ്റ് ഡേറ്റ് അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 571/2025. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ച് ഒരു സംശയവും വേണ്ട. SSLC, അതായത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ SSLC പാസ്സായവരാണോ? SSLC പാസ്സായ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും ഈ പറയുന്ന VFA നോട്ടിഫിക്കേഷന് അപ്ലൈ ചെയ്യാൻ പറ്റും. SSLC ഓർ ഇക്വാലൻ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിഗ്രിക്കാരെ ഒഴിവാക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന കാര്യം ഓർക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നതാണ് നിങ്ങൾ പലരും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം. അതായത് നിലവിലെ 14 ജില്ലകളും ആ 14 ജില്ലകളിൽ ഇതിന് തൊട്ട് മുമ്പ് നടന്ന 2022 അല്ലെങ്കിൽ 2021, 2022 കാലഘട്ടത്തിൽ വന്ന റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് എത്രയായിരുന്നു കട്ട് ഓഫ് മാർക്ക്, മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, എന്നാൽ നിലവിൽ അഡ്വൈസ് എത്ര പേർക്ക് പോയിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 74 ആയിരുന്നു. എത്രയായിരുന്നു? തിരുവനന്തപുരം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 74 ആയിരുന്നു. ശ്രദ്ധിക്കുക, 74 കട്ട് ഓഫ് മാർക്ക് വന്ന തിരുവനന്തപുരം ജില്ലയിൽ മെയിൻ ലിസ്റ്റിൽ 254 പേരുണ്ടായിരുന്നു. അതിൽ 164 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. 164 പേർക്കാണ് എന്ന കാര്യം ഓർക്കുക.
കൊല്ലം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് തിരുവനന്തപുരം ജില്ലയിലേതുപോലെ തന്നെ 74 ആയിരുന്നു. 281 പേർ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ടോട്ടൽ അഡ്വൈസ് 99 ആണ് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. 99 നിയമനങ്ങൾ നിലവിൽ ഇതുവരെ നടന്നിട്ടുണ്ട്. ഇനിയും ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ആ കാലാവധിക്ക് മുമ്പ് ഇനിയും നിയമനങ്ങൾ നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും നിയമനങ്ങൾ നടക്കും. പത്തനംതിട്ട ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 70.67 ആയിരുന്നു. 134 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. നിലവിൽ അവിടെ അഡ്വൈസുകൾ 66 എണ്ണം നടന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. 71.33 ആയിരുന്നു കട്ട് ഓഫ്. 158 പേരുടെ മെയിൻ ലിസ്റ്റ് ആയിരുന്നു. നിലവിൽ 110 പേർക്കും നിയമനം ലഭിച്ചിട്ടുണ്ട്. സാമാന്യം കുഴപ്പമില്ലാതെ നിയമനം നടന്നു പോകുന്ന ഒരു ജില്ലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നെക്സ്റ്റ് എറണാകുളം ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് 72 ആണ്. 264 പേരുടെ മെയിൻ ലിസ്റ്റിൽ 174 പേർക്കും നിയമനം ലഭിച്ചു. ആലപ്പുഴ ജില്ലയിൽ കട്ട് ഓഫ് മാർക്ക് 70.67, 147 പേരുടെ മെയിൻ ലിസ്റ്റ് 85 പേർക്ക് നിലവിൽ നിയമനം ലഭിച്ചു. തൃശ്ശൂർ ജില്ലയിൽ 72.67 ആയിരുന്നു കട്ട് ഓഫ്. 282 പേരുടെ മെയിൻ ലിസ്റ്റ് 198 പേർക്ക് നിയമനം ലഭിച്ചു. പാലക്കാട് ആവുമ്പോൾ 71.67 ആയിരുന്നു കട്ട് ഓഫ്. 280 പേരുടെ മെയിൻ ലിസ്റ്റ് 168 പേർക്കും നിലവിൽ നിയമനം ലഭിച്ചു. കോഴിക്കോട് ജില്ലയിൽ 74.67 കട്ട് ഓഫ്. 169 പേരുടെ മെയിൻ ലിസ്റ്റ് 98 പേർക്ക് നിയമനം ലഭിച്ചു. വയനാട് ജില്ലയിൽ 69.33 ആയിരുന്നു കട്ട് ഓഫ്. 104 പേരുടെ മെയിൻ ലിസ്റ്റ് നിലവിൽ 25 പേർക്ക് നിയമനം ലഭിച്ചിട്ടുള്ളൂ. നെക്സ്റ്റ് കണ്ണൂർ ജില്ലയിൽ 74 കട്ട് ഓഫ്. 194 പേരുടെ മെയിൻ ലിസ്റ്റ് 155 പേർക്ക് നിയമനം ലഭിച്ചിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ 68 ആയിരുന്നു കട്ട് ഓഫ്. 156 പേരുടെ മെയിൻ ലിസ്റ്റ് 55 പേർക്കാണ് നിലവിൽ ഇതുവരെ നിയമനം ലഭിച്ചത്. മലപ്പുറം ജില്ലയിലാണെങ്കിൽ 72 ആയിരുന്നു കട്ട് ഓഫ്. 237 പേരുടെ മെയിൻ ലിസ്റ്റ് 160 പേർക്ക് നാളിതുവരെ നിയമനം ലഭിച്ചു. കാസർഗോഡ് ജില്ലയിൽ 70.67 കട്ട് ഓഫ്. 178 പേരുടെ മെയിൻ ലിസ്റ്റ് 63 പേർക്കാണ് നിലവിൽ ഇതുവരെ നിയമനം ലഭിച്ചത്. ശരാശരി 71.83 മാർക്കായിരുന്നു നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് റേഞ്ച് ആയിട്ട് വരുന്നത്. അതിൽ കൂടുതലുള്ള ജില്ലകളുണ്ട്. ഞാൻ ശരാശരിയാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് ഈ ഒരു കട്ട് ഓഫ് മാർക്കാണ് മിക്കവാറും ജില്ലകളിൽ വന്നിട്ടുള്ളത്. ഈ ഒരു കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുക എന്നതായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. നിലവിൽ ഓരോ ജില്ലയിലും പറയുന്ന കട്ട് ഓഫ് മാർക്ക് എത്രയാണോ അതിനേക്കാൾ ഒരു 10 മാർക്ക് അധികം വാങ്ങുന്നതിന് വേണ്ടിയുള്ള പഠനമായിരിക്കണം നിങ്ങളോട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ്റെ ഒരു നിലവാരം അനുസരിച്ച് കട്ട് ഓഫിൽ വലിയ വേരിയേഷനും വന്നേക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം മുൻ വർഷങ്ങളിലെ കട്ട് ഓഫും നിയമന സാധ്യതയെക്കുറിച്ചും ഒരു വ്യക്തത എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്യാൻ. പരമാവധി ഇപ്പം നിങ്ങളുടെ സ്വന്തം ജില്ലയാണെങ്കിൽ അത് ഏറ്റവും നല്ലതെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ ഒരു VFA എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക, നമുക്ക് ഈ 2026 കാലഘട്ടത്തിൽ ഒരുപാട് പരീക്ഷകൾ ഒന്നിച്ചു വന്നിരിക്കുന്ന ഒരു സമയമാണ്. ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിലും അല്ലാതെയുള്ള എക്സാം ആണെങ്കിലും നിരവധി എക്സാമുകൾ വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്വന്തം ജില്ലയാണെങ്കിൽ പോലും നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉൾപ്പെട്ടാൽ ഒരു പക്ഷേ നമ്മുടെ മുന്നിൽ കിടക്കുന്ന ആളുകൾ മറ്റ് ലിസ്റ്റുകളിൽ ഉണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും ആ ജോലി കിട്ടുമ്പോൾ ഡിഗ്രി ലെവലൊക്കെ യോഗ്യതയുള്ള ജോലി ആണെങ്കിൽ അവരങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മുന്നിലേക്ക് കയറി വരാനുള്ള ജോലി കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പം സ്വന്തം ജില്ല വെച്ചിട്ട് കുറച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുക എന്നതാണ് നമുക്കും ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളും പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പം VFAയുടെ ലിസ്റ്റിൽ വരുന്നത് ജോലി കിട്ടിക്കഴിഞ്ഞ് ചിലപ്പോൾ അതിനേക്കാൾ നല്ല ജോലിയുള്ള മറ്റ് ഏതെങ്കിലും പോസ്റ്റിലേക്ക് നമുക്ക് മാറാൻ പറ്റും. അതാണ് പറഞ്ഞത്, പരീക്ഷകൾ ഒരുപാടുണ്ട്. കുറച്ച് നാൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൻ്റെ ഏതെങ്കിലും, അതായത് ഈ വരുന്ന ഡിഗ്രി ലെവൽ ആണെങ്കിലും PSCയുടെ ഏതെങ്കിലുമൊക്കെ ലിസ്റ്റിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നമുക്ക് ഉൾപ്പെടാൻ പറ്റും. അതുകൊണ്ട് ജില്ല സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. സ്വന്തം ജില്ലയാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നന്നായിട്ട് പഠിക്കുക. നല്ല റാങ്ക് അഥവാ ഒരു 10-നുള്ളിൽ വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് VFAയുടെ പ്രീവിയസ് കട്ട് ഓഫും അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റിൻ്റെ എണ്ണവും അതുപോലെ തന്നെ നിലവിൽ അഡ്വൈസ് പോയിരിക്കുന്ന എണ്ണവും മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൽ ഒരുവിധം നന്നായിട്ട് നിയമനം നടന്നിട്ടുള്ള ഒരു ജില്ലയായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് തൃശ്ശൂർ ജില്ലയാണ്. 282 പേരുടെ മെയിൻ ലിസ്റ്റ് 198, ഏകദേശം 200-നടുത്ത് നിയമനം നടന്നു എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ചുരുങ്ങിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു പരമാവധി ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നതാണ്
ഇവരുടെ ഇപ്പോഴത്തെ ഒരു പോളിസി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് മാർക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു 75 എബോവ് എന്ന രീതിയിലായിരിക്കണം പഠിക്കേണ്ടത്. പക്ഷേ ഒരു 85-ന് മുകളിൽ മാർക്ക് വാങ്ങിയാൽ നിങ്ങൾ സേഫിലാണ് എന്ന് തന്നെ പറയാം. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഒരു ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു VFA എന്ന് പറയുന്ന ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നന്നായി പഠിക്കുന്നവർക്ക് ജോലി കിട്ടും. മാത്രവുമല്ല ഇത്തവണ ഒരു ബോണസ് ഞാൻ പറഞ്ഞു മറ്റ് എക്സാമുകളും കൂടെ ഉണ്ട് എന്നതാണ്. അപ്പം ഈ ഒരു VFA ആയിട്ട് ജോലിയിൽ പ്രവേശിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുന്ന ഉദ്യോഗസ്ഥൻ അയാളുടെ ഡ്യൂട്ടീസ് ആയിട്ട് ചെയ്യേണ്ടത്, നിലവിൽ നമുക്കറിയാം ഒരു ക്ലറിക്കൽ പോസ്റ്റ് ആയിട്ടല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ക്ലറിക്കൽ ഡ്യൂട്ടീസ് ഉണ്ടാവില്ല എന്നായിരിക്കും പലരുടെയും ധാരണ. എന്നാൽ ക്ലറിക്കൽ വർക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. VFA ആണ് എങ്കിൽ നിങ്ങൾ ഓഫീസിലെ ക്ലറിക്കൽ വർക്കും ചെയ്യണം. അതുപോലെ തന്നെ ഫീൽഡ് അസിസ്റ്റൻസ്, അതായത് VFA എന്ന് പറഞ്ഞാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫീൽഡിൽ പോയി പല കാര്യങ്ങളും അന്വേഷിക്കണം, പല കാര്യങ്ങളിലും ഇടപെടണം. ആ ജോലി കൂടിയുണ്ട്. അതായത് ഓഫീസിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജോലി അല്ല ഒരു VFAക്ക് ഉള്ളത്. ഓഫീസിന് പുറത്ത് പബ്ലിക്കിനിടയിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ ജോലിക്കുണ്ട്. അതുപോലെ തന്നെ റവന്യൂ കളക്ഷൻ, അതായത് നമ്മുടെ വില്ലേജ് ഓഫീസ് അല്ലെങ്കിൽ താലൂക്ക് ഓഫീസ് സംബന്ധമായിട്ടുള്ള റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ആയതുകൊണ്ട് തന്നെ റവന്യൂ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ചുമതലയായിരിക്കും. ലൊക്കേഷൻ മാപ്പ്, അതായത് ഏതെങ്കിലും പ്രദേശങ്ങളുടെ മാപ്പ്, വഴിത്തർക്കം, വസ്തു സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ മാപ്പ് ഒക്കെ തയ്യാറാക്കുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടുക. അപ്പോൾ ഈ മാപ്പൊക്കെ തയ്യാറാക്കണമെങ്കിൽ സാധാരണ ഒരു 10ാം ക്ലാസ് പാസ്സായി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾക്ക് പോയാൽ എനിക്ക് എങ്ങനെ ഈ മാപ്പ് തയ്യാറാക്കാൻ പറ്റുമെന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സർക്കാർ ചിലവിൽ ഇതിനൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് തന്നിട്ടേ നിങ്ങളെ ഈ ജോലിയിലേക്ക് ഇറക്കുകയുള്ളൂ എന്ന കാര്യം നിങ്ങൾ ആലോചിക്കുക. നെക്സ്റ്റ്, ബിൽഡിംഗ് പ്ലോട്ട് മെഷർമെൻറ്റ്, അതായത് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെയോ ഏതെങ്കിലും പ്ലോട്ടിൻ്റെയോ ഒക്കെ അളവെടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലിയാണ്. വില്ലേജ് ഓഫീസറുടെ ഒക്കെ കൂടെ പോയി നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. നെക്സ്റ്റ്, വേരിഫൈങ് ലാൻഡ് ആൻഡ് പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഡോക്യുമെൻറ്റ്സ്, അതായത് വസ്തു അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പോയി ആ ഡോക്യുമെൻറ്റ്സ് നമ്മൾ വില്ലേജിൽ നിന്നോ താലൂക്കിൽ നിന്നോ ഒക്കെ എടുത്ത് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ പ്രശ്നം പരിഹരിക്കുക. ഒരു ഒത്തുതീർപ്പിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറായി വേണം ഈ ജോലിയിലേക്ക് പോകാൻ. അപ്പം ഡ്യൂട്ടീസും ഏകദേശം മനസ്സിലായി. ഓഫീസ് വർക്ക് മാത്രമല്ല, നമുക്ക് പുറത്തേക്ക് പോയും ജോലിയൊക്കെ ചെയ്യാം. വളരെ എൻജോയബിൾ ആയിട്ട് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് VFA എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന സ്വപ്നവുമായിട്ട് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ സന്തോഷിക്കാവുന്ന ഒരു സമയമാണ്. നമ്മുടെ നിലവിലെ PSC പരീക്ഷകൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ വേണം എന്ന കാര്യം നിങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു ഗൈഡൻസ് ഇല്ലാതെ പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു അബദ്ധം തന്നെയാണ്. കാരണം ക്വസ്റ്റ്യൻസ് അത്രയും ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മാർക്ക് വ്യത്യാസത്തിലായിരിക്കും നമ്മൾ ലിസ്റ്റിൽ നിന്നൊക്കെ ഔട്ടായി പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് കൃത്യമായി നമുക്ക് പഠിച്ചു തുടങ്ങാം. ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ കൃത്യമായ സിലബസ് കവറേജോട് കൂടിയ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രവുമല്ല, ഈ ഒരു സിലബസിന് അപ്പുറത്തേക്ക് ഡിഗ്രി ലെവലിലും നമ്മുടെ ടോപ്പിക്കുകൾ പലതും സിലബസിൽ പറയുന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. കൃത്യമായി പഠിച്ച് നിങ്ങൾക്ക് ഈ ജോലി എന്ന സ്വപ്നം, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാം. അതുകൊണ്ട് നിലവിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ട് എങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനുമായിട്ട് നിങ്ങളുടെ പഠനത്തെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനെ പരീക്ഷയുടെ അടയ്ക്കുന്ന സമയത്ത് സിലബസ് കവർ ചെയ്ത് മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തി നമുക്ക് പരീക്ഷകളിലേക്ക് പോവാം. അപ്പം കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം ഇനി വരുന്ന എക്സാമുകൾക്ക് ഒരു നല്ല റിസൾട്ട് അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.